അസ്സലാമലൈക്കും. മാബിൻഡക്കിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവരോടും. ഇപ്പോൾ അതാ നമ്മളിന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഏത് കറി? ഒരു കറി വെച്ചാൽ കടച്ചക്ക കറി. വേണ്ട, നമുക്കൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല ഇറച്ചിക്കറിൻ്റെ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതൊന്ന് ഞാൻ ഇതിൻ്റെ പകുതി മതിയാവട്ടെ. നമുക്ക് കാണുന്നുണ്ടോ? അപ്പം അതിൻ്റെ പകുതി ഇങ്ങോട്ട് മുറിച്ചാണ്ട് എടുക്കുക. തേങ്ങ അപ്പം നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇതങ്ങനെ മുറിച്ച് പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മുറിച്ചാൽ നമുക്ക് ചെത്താൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വേസ്ക്ക് തന്നെ ചെത്തിയിടുക. അതിൽ ഏതായാലും കുറേ ഇതൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ചെയ്യലൊരു വേസ്റ്റ് എടുത്ത് കൊടുന്ന് അയക്കാണ്ട് ഉള്ളിത്തൊണ്ടും എന്താകാത്ത വേസ്റ്റൊക്കെ അയക്കാണ്ടിടും. എന്നിട്ട് ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ്ട് കൊണ്ടുപോയിട്ടാൽ മതി. അപ്പം എന്താവും, നമ്മൾ ഔത്തൊക്കെ പാടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് ചെത്തിയെടുക്കേണ്ടത്. വേണ്ട, അങ്ങനെ ചെത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇത് കളയണം. ഈ നടുഭാഗം ചക്കൻ്റെ മാതിരി തന്നെ ഇതിനൊരു കൂനുണ്ട്. ഇത് കളഞ്ഞെടുക്കുക. അതൊന്ന് ആക്കട്ടെ. ചെരണ്ടുമ്പോൾ ഒച്ചയ്ക്കും. കൂനി ഇത് കളഞ്ഞിട്ട് ഇതുപോലെ ചെത്തിയെടുക്കുക. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും മഴയും ഇതും കാറ്റും. ഇപ്പോൾ എല്ലാവരും സൂക്കടേരൊക്കെ അല്ലേ. നമുക്ക് മേല് മൊത്തം വേദന കേട്ടോ മഴ കൂടിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ, അങ്ങനെ കുറേ ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും അസുഖം മരുന്നൊക്കെ ആയിട്ട് നടക്കണമല്ല. അപ്പം എല്ലാവരും പഠിച്ചാൽ കാക്കട്ടെ. എല്ലാവരും അസുഖമൊക്കെ മാറട്ടെ. അപ്പോൾ അതും ഇങ്ങനെ ചെത്തിയെടുത്ത് ഞാൻ വേണ്ട ഇതിൻ്റെ ഇതും ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരേ. അപ്പോൾ അതാ ഞാൻ വേണ്ട ഒരു മുറി കുഞ്ഞി തേങ്ങൻ്റെ ഒരു മുറി പകുതി തേങ്ങ എടുത്തിന്. അപ്പോൾ ഇതിക്ക് നമുക്ക് 2 ചുമന്ന ഉള്ളി, ഒരു 2 വെളുത്തുള്ളിൻ്റെ കുഞ്ഞി വെളുത്തുള്ളിൻ്റെ അല്ലി, ലേശം ജീരകം, വലിയ ജീരകം കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഒരു തണ്ട് കറിവേപ്പ്. അപ്പം നമുക്ക് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം കഴുകി. പിന്നെ ഒരു കറ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുക്കറിലാണ്ട് വേവിക്കുക. 2 വിസിൽ മതി. പിന്നെ ഞാനിതിലിടണം എന്താ വെച്ചാൽ ഒരു 4-5 ചുമന്ന ഉള്ളിട്ടാ വേണ്ട. പിന്നെ കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനം ഇടുന്നത്. അപ്പോൾ അതാ അപ്പം അതിട്ടു. മഞ്ഞൾപ്പൊടി കുറച്ചിട്. ഒരു 1/4 സ്പൂണൊന്നും വേണ്ട. കാരണം നമ്മൾ വറുക്കണ തേങ്ങയിൽ ലേശം ഇടണം. പിന്നെ ഇടേണ്ടത് ഉപ്പ്. പിന്നെ ഓരോരുത്തരെ പാകത്തിന്. അപ്പം നമ്മൾ കുറച്ചാണ്ട് ഇടുക. പിന്നെ പോരെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ രീതിക്ക് വെള്ളം മതിയിട്ടാ. ഇതിൻ്റെ ഒപ്പം നിറയുമ്പോൾ കുറേ വെള്ളം ഒഴിക്കണ്ട. എന്നാൽ അത്യാവശ്യം വേണേനു അങ്ങനെ. അപ്പോൾ അതാ ഇതിനി ഒന്ന് അടച്ച് വെച്ചിട്ട്
നമ്മൾ ഒരു 2 വിസിൽ അപ്പം തന്നെ നല്ലപോലെ ഓടും. നമ്മൾ തേങ്ങ വറുക്കാൻ ഇതിലിട്ടിന് കേട്ടോ. അപ്പം ഞാൻ ഇതിലിട്ട് എന്താ 2 ചുവന്ന ഉള്ളി, 2 വെളുത്തുള്ളി അല്ലി, ഒരു 2 കറിവേപ്പ്, ജീരകം, ഇത്രയാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറന്ന് വരുന്നുണ്ട്. ഇത് കാണുന്ന അത്ര തന്നെ ആയില്ല കേട്ടോ, അത് ഒരു പകുതി മുക്കാലായിട്ടു. ഒന്നും കൂടി നമുക്കൊന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇതിക്ക് ലേശം മസാല ഇടും. തീ കുറച്ച് വെച്ചത്. അപ്പോൾ ഒരു പിഞ്ച് അളവിൽ എന്താണ് ഈ മസാല ഇടണം. ബീഫ് മസാല ഇതാ. ഒരു ഇച്ചിരി ഇട്ടാൽ മതി. നിങ്ങൾക്ക് തോനെ ഇതിൻ്റെ ചുവ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇട്ടോളി. നമുക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഈ കറി ആയതുകൊണ്ട് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. അപ്പം മതി. തോനെ മല്ലി ആകുമ്പോൾ അതിൻ്റെ കുത്തൽ ഇങ്ങോട്ടുണ്ടാവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇടേണ്ടത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ കുറച്ചും കൂടി വേണം. നല്ല എരിവുള്ള മുളക് പൊടി ഒരു പിഞ്ചും കൂടി ഇടും. കാരണം നമ്മളതിൽ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. എരിവ് പാകത്തിന് ഇട്ടോളി നിങ്ങൾ, നമ്മളെ എരിവിനനുസരിച്ച്. ഇതിപ്പോൾ ഏകദേശമായി. നമുക്കിതൊന്ന് ഈ മസാല കൂടി ഒന്നുകൂടി ചൂടായി വന്നാൽ നമുക്കത് വാങ്ങി വെക്കാം. അപ്പോൾ തേങ്ങ വറുത്തരക്കണം കടച്ചക്ക കറിക്ക്, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് ഏകദേശമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോ വലുതാണ്ടായി വിചാരിച്ച് തേങ്ങ വറുക്കാൻ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബും സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ നമുക്ക്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് മറക്കാതെ ചെയ്യണേ. അതിന് നല്ലൊരു മണം വരുന്നുണ്ട്. തേങ്ങൻ്റെയും മസാലപ്പൊടിൻ്റെയൊക്കെ നല്ല അടിപൊളി കറിയായിരിക്കും കടച്ചക്ക കറി. ഇറച്ചിക്കറീൻ്റെ മാതിരിയാണെന്നാണ് പറയുന്നത് ആൾക്കാരൊക്കെ. പണ്ട് മുതലേ ആൾക്കാർ വെച്ച് വരുന്ന ഒരു കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു 2 പപ്പടം കാച്ചിയതോ ഇതൊന്നും ആവശ്യമില്ല. ഞാനിപ്പം വേണമെങ്കിൽ ഇത്ര ഇപ്പം തീ ഓഫാക്കിനെ. നിങ്ങൾ ഓരോരുത്തരുടെ കേസിൻ്റെ പുറകെ പോകാതെ നമ്മളെ ഇങ്ങനത്തെ പാവപ്പെട്ടവരൊക്കെ ചെയ്യുമ്പോൾ ഓൽക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ കറി റെഡിയാണ്. ഇതിപ്പോൾ ഒന്നാണ്ട് അരച്ചെടുത്ത് അതിൽ ഒഴിച്ചാൽ മതി. കഷ്ണങ്ങളൊക്കെ ഞാൻ തീർന്നിച്ചാണ്. കഷ്ണങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറേ ഇല്ല കേട്ടോ. കടച്ചക്കയും ഉള്ളിയൊക്കെ ഇട്ട് അത് കണ്ടിയില്ലേ, അങ്ങനെ വെച്ചതാണ്. അടിപൊളി കറി വെക്കാൻ പറ്റും നമുക്ക്. ഒരു കടച്ചക്കയൊക്കെ കിട്ടും. അപ്പോൾ ഈ കാലത്തല്ലേ കടച്ചക്ക ഉണ്ടായാലും നിങ്ങളവിടെയൊക്കെ ഉണ്ടോ? ആർക്കല്ലാത്ത ഇല്ലെങ്കിൽ കടയിലുണ്ടാവും കേട്ടോ. അവിടെ നിന്ന് വാങ്ങി ഇതുപോലെ വെച്ചു. അപ്പം അത്ര മതി. കറി എന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അരപ്പ് വയ്ക്കുക. അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. കഴുകി വയ്ക്കുക. കുറച്ച് വെള്ളം അങ്ങ് കഴുകിയിട്ടാണ്ട് ഒഴിക്കുക. ഇത് തിളച്ചിട്ട് നമുക്കൊന്ന് വറവിട്ടാണ്ട് എടുത്താണ്ടല്ലോ. നല്ല പറ്റ് കൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തി വന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ ഞാൻ ആ ചട്ടി തന്നെ, തേങ്ങ വറുത്ത ചട്ടി തന്നെയാണ് കേട്ടോ വറവിടണ്. അപ്പോൾ അതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയൊന്നും ഇനിയിപ്പോൾ ആരും അങ്ങനെ വല്ലാതെ ഒഴിച്ചാളില്ല. തേങ്ങ അല്ലാത്തത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ.
തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ വില ഇടുകയാണല്ലോ മക്കളെ. നമ്മളൊക്കെ എങ്ങനെയാണ് വെളിച്ചെണ്ണയൊക്കെ വാങ്ങാനറിയില്ല. ഏതായാലും ഒന്നാണ്ട് വറവിടുക അല്ലേ. ഉള്ളിയും മുളകൊന്ന് മൂക്കാൻ മാത്രം വെച്ചിട്ടുള്ളൂ. നമുക്ക് തോന ഉണ്ടെങ്കിൽ തോന വെച്ചോളിട്ടോ. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു വറ്റൽമുളക്. അത് ഇട്ട് കൊടുത്തു. ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. ഇതുണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് നിങ്ങൾ കാണും വേണം, ഒക്കെ ചെയ്യണം. നല്ല കറി, 2 നേരത്തിനുള്ള കറിയാണ് പോയി. ഒറ്റ കറി വെച്ചാൽ ഇനി വേണമെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കടിച്ച് വെക്കാം. ഒറ്റ കറിയല്ലേ. അപ്പം എന്തിനാ അതിലേക്ക് വെച്ചതെന്നോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതാണ് നമ്മളെ കറി. അപ്പം എല്ലാവരും തീ ഓഫാക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒക്കെ ആണ് ചെയ്തുകൂടി ഫോൺ എടുത്തിട്ടാ. അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം.